ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. നമ്മൾ ഹീറോ വില്ലേജ് ഗേൾ. നമ്മൾ 47 ബോയ്സ്, ഒരു ഡോക്ടറാണ്, ഒരു കോളേജ് അവർക്കുണ്ട്, ഒരു പ്രൊഫസറാണ്. അവർ ഡോക്ടറും അതെയാണ്. നമുക്ക് ഹീറോയിനെ നോക്കാം. ഹീറോയിൻ വില്ലേജ് ഗേൾ, അതെ, പഠിക്കാൻ വേണ്ടിയിട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹീറോയിൻ പറഞ്ഞ ഗ്രാമത്തലവൻ്റെ മകളാണ് നമ്മളെ കഥനായകി. മിയ, നമ്മൾ കഥനായകി മിയ. ഇങ്ങനെ ഗ്രാമത്തിന് അച്ഛാ, ഞാൻ +2 പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ഇയർ കോളേജാ. അതൊക്കെ വെളിയിൽ പോകണം അച്ഛാ. അതേ മോളെ, ഈ വെളിയിൽ പോയിട്ട് ഹോസ്റ്റലിലുണ്ട്, അവിടെ പഠിച്ചോ, നല്ല ഡോക്ടറായിട്ട് വാ എന്നാ അച്ഛന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒരു സാഡായിരുന്നു. അച്ഛാ, ഇതൊക്കെ ഇല്ലമ്മ, ഒരുപാട് കഷ്ടം, ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടമാവാം മോളെ. അതൊക്കെ ഞാൻ പറഞ്ഞത്, നീ മോള് പോയി പഠിച്ചിട്ട് വാ എന്ന് പറയായിരുന്നു. ഇത് കേട്ട അച്ഛനൊക്കെ ഒരുപാട് കഷ്ടമായിരുന്നു. മിയ പറഞ്ഞിട്ട് മോളെ, നീ കുറച്ച് പഠിച്ചിട്ട് വാ മിയ എന്തോട് പാവായിരുന്നു. മിയാൻ്റെ അച്ഛന് പറഞ്ഞു കേട്ട് മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി അച്ഛാ, ഞാൻ പഠിച്ചിട്ട് വരാം എന്ന് മിയ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി 7 ബോയ്സ് നമുക്ക് നോക്കാം. അവർ ഡോക്ടർ ബന്ധമില്ല, അവർക്ക് ഒന്നും ബിസിനസ് ഉണ്ട്. ഡോക്ടറും അവർ ചുമ്മാ പഠിച്ചിട്ട് മാത്രമാണ്. അവർക്ക് സ്വന്തം വേറെ ബിസിനസ് ഉണ്ട്, അതെ, കോളേജുണ്ട്. നമ്മളെ കഥനായിക്കിനെ കൊണ്ടാക്കി ഹോസ്റ്റലിൽ പോയത് 4 കോളേജ്. റോസ് പറയായിരുന്നു, ഹായ് മിയ, എൻ്റെ പേര് റോസാണ്. ഹായ് റോസ്, എങ്ങനെയുണ്ട്? ഇല്ല അമ്മച്ചി, നമുക്ക് കറങ്ങാ എന്ന് പറയുന്നു. മിയ പറയുന്നെങ്കിൽ ഷേക്കായിരുന്നു. എന്തിനു കറങ്ങുന്നത്? ഓ, മറന്നുപോയോ? ജാസ്മിൻ പറയുന്നു. ഇല്ല മിയ, അത് ഒരു പ്രശ്നമില്ല, ഇവൾക്ക് വേറെ ഫ്ലോസാ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് മിയ ജാസ്മിൻ പറയുന്നു. എന്താ എൻ്റെ പേര് ജാസ്മിൻ എന്ന് പറയാം. ഹലോ, എൻ്റെ പേര് ജാസ്മിൻ. എൻ്റെ ഡാഡ് കൊറിയ, എൻ്റെ മം ഇന്ത്യ എന്ന് ജാസ്മിൻ ഇത് കേട്ട് ഷോക്കായിരുന്നു. അതെ എന്ന് പറയായിരുന്നു. അങ്ങനെ ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നത് നമ്മൾ കോളേജിൽ പ്രൊഫസർ വരാൻ പോകാമെന്ന് പറയായിരുന്നു. അങ്ങനെ 7 പ്രൊഫസർ വരാൻ വന്നാൽ ഓരോന്ന് പഠിപ്പിക്കായിരുന്നു. ഹീറോയിൻ ഫസ്റ്റ് പ്രൊഫസർ ജിന്ന് വന്നായിരുന്നു. ജിന്ന് ക്ലാസ് എടുക്കായിരുന്നു. ഓരോന്ന് ക്ലാസ്ക്ക് ഓരോന്ന് ജിൻ പഠിപ്പിക്കായിരുന്നു. വേറെ ഡിപ്പേട്ട്. നമ്മളെ ക്ലാസ്ക്ക് ജിന്നാണ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറുണ്ട് ജിന്ന് പഠിപ്പിക്കായിരുന്നു. ഫസ്റ്റ് ജിന്നാണ് പഠിപ്പിക്കുന്നത്, ബാക്കി മെസ്സെല്ലാം പഠിപ്പിച്ചുകൊണ്ട് വരും. അങ്ങനെ ജിന്ന് ക്ലാസ് എടുക്കായിരുന്നു. ജിന്നിന് എല്ലാ ചൊല്ലുപെട്ട് സൈറ്റ് അടിക്കായിരുന്നു. പഠിക്കുന്നില്ല. മിയാക്കായിരുന്നു, എന്തിനാ ഇവർ വായി തിന്നുന്ന മാതിരി നോക്കുക, ഇവരെല്ലാം ഇവർക്ക് കാണാൻ സൈറ്റ് അടിക്കാൻ വന്നതാ, വലിയ ഡോക്ടറാണ് ഇവർ മാത്രമല്ല, ഇവർ ബാക്കി മെസ്സ് ഞാൻ കാട്ടാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മിയക്ക് എല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഫോട്ടോസ് കാട്ടിയായിരുന്നു, ഇതാണെന്ന്. അങ്ങനെ മിയ നടന്നുകൊണ്ട് വരുമ്പോൾ ഒരാളെ ഇടിച്ചെന്ന് സോറി സർ എന്ന് പറഞ്ഞു. യുങ്കിയായിരുന്നു. ഇങ്ങനെ കണ്ട ഷോക്കായിരുന്നു. സോറി സർ എന്ന് പറഞ്ഞു. സുഖം മുറിച്ചിട്ട് പോയായിരുന്നു. അയ്യോ എന്തടി ഇത് കോൾഡി സാർ എന്ന് പറഞ്ഞായിരുന്നു. അയ്യോ ഞാൻ അറിയാതെ ഇടിച്ചു പോയി. പേടിക്കണ്ട അന്നമ്മയ. മിയ മിയാനെ അവരൊക്കെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അവർ 7 ബോയ്സ് മിയാനെ ശ്രദ്ധിക്കായിരുന്നു. അതെ, ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും ശ്രദ്ധിക്കുമായിരുന്നു, പഠിക്കുന്നുമില്ലേന്ന്. അവർക്ക് സുഖം ഇടിച്ചു പോയപ്പോൾ ബാക്കി മെമ്പേഴ്സ് നോക്കായിരുന്നു. ജിന്ന് പറയുന്നു, ഈ കുട്ടി ഞാൻ പഠിപ്പിക്കുന്നതെന്ന്. ഓക്കെ എന്ന് അവർ നോക്കുമായിരുന്നു. അങ്ങനായിട്ട് മിയാവ് ഇങ്ങനെ ക്ലാസ് നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല മിടിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസ് മിയം കൂടെ ജോലിയായിട്ട് ഫ്രണ്ടായി സംസാരിക്കും. അതുമാതിരി മിയ ഒരു ഫ്രണ്ട് ടൈപ്പാണ്. അങ്ങനായിട്ട് മിയക്ക് കോളേജിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് മിയക്ക് ഗ്രാജുവേറ്റ് ആവാൻ തുടങ്ങി. മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയ സാഡായിട്ട് പറയുന്നു, മച്ചി നിങ്ങളെല്ലാം അലക്കിയിട്ട് മിസ്സായിട്ട് പോവാം. അപ്പം നീ സിറ്റി വരുന്നില്ലേ? ഇല്ല, ഗ്രാമത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത് എന്ന് മിയ പറഞ്ഞത്. ഇത് കേട്ട് അവർക്കെല്ലാം സാഡായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. മിയ അവരോട് പിരിഞ്ഞിട്ട് പോകുന്ന മാതിരി പറഞ്ഞ് മിയ അവിടുന്ന് പോയിരുന്നു. അതെ, അങ്ങനെ മിയക്ക് അറിയാതെ ഒരു കാരണമുണ്ട്. മിയനെ നല്ല നോക്കിയത് ശ്രദ്ധിച്ചുണ്ടായിരുന്നു. ആരാന്ന് അറിയില്ല. മിയാനെ ഫോളോ ചെയ്ത് മിയാനെ ഫുൾ ഒരാൾക്ക് പേപ്പർ എടുത്ത് ഒരു സ്മഗ് ചെയ്ത് ആ മിയൻ്റെ ഡീറ്റെയിൽസ് വേറെ ആൾക്ക് അയച്ചായിരുന്നു. അവർ സ്മഗ് ചെയ്തായിരുന്നു. മിയൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഗ്രാജുവേറ്റായി മിയ പോയിരുന്നു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു. മിയൻ്റെ വീട്ടിൽ മിയ വെളിയിൽ പോയിരുന്നു. അതെ, മിയക്ക് പറഞ്ഞാൽ വെളിയിൽ പോയിരുന്നു. മിയ പറഞ്ഞ കുറച്ച് കഴിയാത്തവരെല്ലാം നോക്കാൻ വേണ്ടി മിയ പോയിരുന്നു. വീട്ടിൽ ഫാമിലീസെല്ലാം ഉണ്ടായിരുന്നു. മിയൻ്റെ അച്ഛനക്ക് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ മിയൻ്റെ അച്ഛൻ, നമുക്ക് ഫ്ലാഷ് ബാക്ക് നോക്കാം.
മിയൻ്റെ അച്ഛൻ മിയ പറയുന്നു ഡാഡ് ഞാൻ പോയിട്ട് വരാം എന്ന് പറയാം. മിയൻ്റെ അച്ഛൻ പത്രം അടുവലിരുന്ന് പത്രം വായിക്കായിരുന്നു. കാറ് വന്നിരുന്നു ഇറങ്ങി. കുറച്ച് ആൾക്കാരെല്ലാം ഗേൾസ് ബോയ്സ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാകത്തും വന്നിരുന്നു. നിങ്ങളെ മോളെ എൻ്റെ മകന് ഇഷ്ടപ്പെട്ടു പോയി, അങ്ങനെ മാരേജ് കഴിപ്പിക്കുക എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഷാക്കായിരുന്നു. അങ്ങനെ അതിൽ കുറേ ആളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പറയായിരുന്നു. പറഞ്ഞു കേട്ട് ഷോക്കായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കേട്ടാൽ അവർക്ക് കൺഫ്യൂസ് ആയി. മിയയുടെ ഡാഡി പറഞ്ഞു അതെങ്ങനെപ്പാ സെറ്റാവില്ലപ്പാ എന്ന് മിയയുടെ ഡാഡി പറയായിരുന്നു. ഇല്ല അത് നല്ല ഡോക്ടറാണ് ഇവരല്ല അങ്ങനെയായിട്ട് പറയായിരുന്നു. ഇത് കേട്ട് വേണ്ടപ്പ അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ വേറെ വഴിയില്ല. അങ്ങനായിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഇതാക്കാന്ന്. മിയാനൂർ നല്ല നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മിയാൻ അവർ കുടിക്കുമെന്ന് പറയായിരുന്നു. അത് കേട്ട് മിയൻ്റെ അച്ഛൻ ഫുള്ളി അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയും. മിയൻ്റെ അച്ഛന് കോളായിട്ട് അറിയും. ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു എൻഗേജ്മെൻറ്റ്. അതിന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് മിയാക്ക് മാരേജ് ആയി. മിയ അച്ഛൻ നോക്കി ഒരുമാതിരി മുറക്കായിരുന്നു. അതെ 47 ബോയ്സ് ആയിരുന്നു അത് മിയാൻ്റെ അച്ഛൻ പേടിച്ചിട്ട് മാരേജ് കഴിച്ച് കൊടുത്ത കാരണം പറഞ്ഞാൽ ഒരു ജാക്ക് മിയാൻ്റെ സ്വത്തും പണം എല്ലാം വേണം. അത് മാത്രമല്ല മിയാനേക്കാളും ഒരുപാട് സ്വത്തുണ്ട്. അതുകൊണ്ട് മിയാനെ കല്യാണം കഴിച്ചാൽ അവനക്ക് വൈഫുണ്ട്. വൈഫ് പറഞ്ഞ 5 വൈഫുണ്ട്. അങ്ങനെ 5 വൈഫ് പോലുണ്ട്. ഓൾറെഡി അവനക്ക് മാരേജ് ആയി. 2 വൈഫ് പറഞ്ഞ ഓൾറെഡി 5 വൈഫുണ്ട്. ഇപ്പോൾ വാപ്പസ് മാരേജ് കഴിഞ്ഞ് ഹീറോയിൻ 8ാമത്തെ മാരേജ് കഴിക്കാൻ പറയായിരുന്നു. മിയാക്ക് ഇഷ്ടമില്ല. ഓൾറെഡി അവന് കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ നല്ല ചെക്കന്മാർ പറഞ്ഞ് മിയൻ്റെ ഡാഡി മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെ 47 ബോയ്സ് പറയായിരുന്നു അങ്കിൾ വിഷമിക്കണ്ട, ഇതിൽ കുറച്ച് ജാഗ ഞാൻ വേറെ ആൾക്കാരും മേങ്ങിയിട്ടുണ്ട്, അവർക്ക് വിൽക്കാൻ പോയായിരുന്നു. ആ ജാഗ ഞാൻ മേങ്ങിയായിരുന്നു എന്ന് പറഞ്ഞ് അത് ഫുള്ള് സ്ഥലത്ത് നല്ല റോഡ് ഉണ്ടാക്കുക. അത് മണ്ണ് സിറ്റിയിൽ വണ്ടി വരാനൊന്നും വഴിയില്ല, അതൊന്നും വരാതെ മതിയിട്ടുള്ളായിരുന്നു. അതെല്ലാം ഇത് റോഡാക്കി. പിന്നെ അതിൽ വണ്ടി വരാൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് പ്ലേസെല്ലാം മേങ്ങിയായിരുന്നു. പിന്നെ അത് സിറ്റി ആക്കിയായിരുന്നു. അതിലെല്ലാം ഷോപ്പ്, ഡ്രസ് ഷോപ്പ് എല്ലാം ചെയ്തായിരുന്നു. ഒരു ബിസിനസ് ചെയ്തായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർക്ക് ബിസിനസ് ചെയ്യാൻ പ്ലേസ് വേണമായിരുന്നു. അതുകൊണ്ട് എല്ലാ ബിസിനസ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഡ്രസ് ഷോപ്പ് ഇങ്ങനെ മല സാമാനം ഒരു ഇത് വേണ്ടി ഒരു പ്ലേസ് ഉണ്ടാക്കിയിരുന്നത്. അത് സെറ്റ് മതി. അതിലെല്ലാവർക്കും വേറെ ജോലി, അവർ കഷ്ടമുള്ളവർക്കെല്ലാം ജോലി കൊടുത്തായിരുന്നു. അതിൽ ജോലി ചെയ്യാൻ വേണ്ടി